ഇടുക്കി ഉപ്പുതറയിൽ ഭാര്യയെ കൊലപ്പെടുത്തി ഒളിവിൽ പോയ ഭർത്താവിനായി തെരച്ചിൽ ഊർജിതമാക്കി ഉപ്പുതറ പോലീസ്. കവല സ്വദേശി മലക്കാവിൽ രജനി സുബിനെയാണ് ചൊവ്വാഴ്ച വീട്ടിൽ ചോര വാർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രതി ഉടൻ പിടിയിലാകുമെന്ന് ഉപ്പുതറ പോലീസ് അറിയിച്ചു. ഉപ്പുതറ MC കവല സ്വദേശി മലയക്കാവിൽ രജനിയെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. രജനിയുടെ ഭർത്താവ് സുബിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. സുബിനും ഭാര്യ രജനിയുമായി കുടുംബകലഹം പതിവായിരുന്നു. തർക്കങ്ങൾ സംബന്ധിച്ച് പലതവണ പോലീസിനെ സമീപിച്ചിട്ടുമുണ്ട്. അകന്നുകഴിഞ്ഞിരുന്നവർ 2 മാസം മുൻപാണ് ഉപ്പുതറയിലെ വീട്ടിൽ വീണ്ടും ഒരുമിച്ച് താമസം തുടങ്ങിയത്. ഇവരുടെ ഇളയ മകൻ സ്കൂളിൽ നിന്ന് വന്നപ്പോഴാണ് രജനി മരിച്ച വിവരം അറിയുന്നത്. തുടർന്ന് മകൻ ഈ വിവരം പഞ്ചായത്ത് അംഗം ബിജു ചെമ്പ്ലാവനെ അറിയിച്ചു. പിന്നാലെ പോലീസ് നടത്തിയ പരിശോധനയിലാണ് രജനിയുടെ തലയ്ക്ക് മാരകമായി പരിക്കേറ്റിട്ടുണ്ടെന്ന് തിരിച്ചറിയുന്നത്. കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വന്ന സമയത്ത് ഈ രജനി രക്തം വാർന്ന് കട്ട പിടിച്ച് കട്ടിലേക്ക് കിടക്കുന്ന അവസ്ഥയിൽ കണ്ടിട്ട് തൊട്ട് അയൽവാസികളോട് ചെന്ന് വിവരം പറഞ്ഞു. അവരോടനെ എന്നെ വിളിച്ചു ചെന്ന് നോക്കാൻ പറഞ്ഞു. എന്താണ് പ്രശ്നമെന്നുള്ളത് കുറച്ച് കാര്യങ്ങളായിട്ട് കുടുംബകലഹം ഇവരുടെ വീട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് അയൽവാസികൾക്കെല്ലാം അറിയാം. എങ്ങനെ മരിച്ചു എന്നുള്ളത് നമുക്കിനി അന്വേഷണത്തിൽ മനസ്സിലാകേണ്ട കാര്യമാണ്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30 പരപ്പിൽ നിന്ന് സുബിൻ ബസ്സിൽ കയറി പോയത് കണ്ടവരുണ്ട്. ഇയാളെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഉപ്പുതറ പോലീസ്. കുമളിയിലേക്ക് പോയ ശേഷം സുബിൻ തമിഴ്നാട്ടിലേക്ക് കടന്നുകളഞ്ഞെന്ന സൂചനകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഉപ്പുതറ പോലീസിലെ 6 അംഗ സംഘം തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ട്. സുബിനും രജനിക്കും 3 മക്കളാണുള്ളത്. 3 പേരും വിദ്യാർത്ഥികളാണ്. ന്യൂസ് മലയാളം, ഇടുക്കി.